ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു ജോബ് ഇൻഫർമേഷൻ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് മിൽമയിലും ഗ്രാമപഞ്ചായത്തിന് കീഴിലും സർക്കാർ ആശുപത്രിയിലും വന്നിട്ടുള്ള ഒഴിവുകളെ കുറിച്ചിട്ടാണ്. കരാർ നിയമനമാണ് വന്നിട്ടുള്ളത്. ഇൻ്റർവ്യൂ വഴിയാണ് നിയമനം നടത്തുന്നത്. വിവിധ ജില്ലകളിലായിട്ട് ഒഴിവുകൾ വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കൊരു നോട്ടിഫിക്കേഷൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് നോക്കാം. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് നിങ്ങൾ ആരെങ്കിലും ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് വയ്ക്കുക. അതോടൊപ്പം തന്നെ പുതിയ നോട്ടിഫിക്കേഷൻ കിട്ടുന്നതിന് വേണ്ടി തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ കൂടി എനേബിൾ ചെയ്യുക. അപ്പോൾ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന പുതിയ ജോബ് ഇൻഫർമേഷൻ വീഡിയോസ് നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുന്നതായിരിക്കും. ആദ്യം മിൽമയിൽ വന്നിട്ടുള്ള വേക്കൻസി നോക്കാം. തിരുവനന്തപുരം ഡയറിയിലാണ് വേക്കൻസി വന്നിട്ടുള്ളത്. ഇൻ്റർവ്യൂ വഴിയാണ് നിയമനം നടത്തുന്നത്. ടെക്നീഷ്യൻ ഗ്രേഡ് 2 റെഫ്രിജറേഷൻ തസ്തികയിലേക്കാണ് വേക്കൻസി വന്നിട്ടുള്ളത്. ഒരു ഒഴിവാണുള്ളത്. ഇൻ്റർവ്യൂ നടക്കുന്നത് 12/12/2024 രാവിലെ 10:30 മുതലാണ്. ക്വാളിഫിക്കേഷൻ വരുന്നത് SSLC ഉണ്ടായിരിക്കണം. കൂടാതെ ITIയിലുള്ള NCVT സർട്ടിഫിക്കറ്റും ആവശ്യമാണ്. റെമ്യൂണറേഷൻ 24,000 രൂപയാണ് മന്ത്ലി ലഭിക്കുന്നത്. ഒരു വർഷത്തേക്കുള്ള കോൺട്രാക്റ്റ് ബേസിലുള്ള നിയമനമാണ്. എന്നാൽ 3 വർഷം വരെ എക്സ്റ്റെൻഡ് ചെയ്യുന്നതായിരിക്കും. അതോടൊപ്പം തന്നെ റെലവൻറ്റ് ഫീൽഡിലുള്ള 1 ഇയർ അപ്രന്റീസ്ഷിപ്പ് സർട്ടിഫിക്കറ്റും ആവശ്യമാണ്. കൂടാതെ റെലവൻറ്റ് ട്രേഡിലുള്ള 2 വർഷത്തെ എക്സ്പീരിയൻസും ഉണ്ടായിരിക്കണം. കോൺട്രാക്റ്റ് ബേസിലുള്ള താൽക്കാലിക നിയമനമാണ് വന്നിട്ടുള്ളത്. ഏജ് ലിമിറ്റ് വരുന്നത് 40 വയസ്സ് വരെയാണ്. 1/1/2024 കണക്കാക്കിയാണ് ഏജ് പറഞ്ഞിട്ടുള്ളത്. SC/ST OBC വിഭാഗക്കാർക്കൊക്കെ അതിൻ്റെതായ ഏജ് റിലാക്സേഷൻ ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ താല്പര്യമുള്ള ഉദ്യോഗാർത്ഥികൾക്ക് ഇൻ്റർവ്യൂവിൽ പങ്കെടുക്കാവുന്നതാണ്. ഇൻ്റർവ്യൂവിൽ പങ്കെടുക്കുന്ന ഉദ്യോഗാർത്ഥികൾ നിങ്ങളുടെ ഏജ്, ക്വാളിഫിക്കേഷൻ, എക്സ്പീരിയൻസ് എന്നിവ തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റുകളുടെ ഒറിജിനലും ഒരു പാസ്പോർട്ട് സൈസ് ഫോട്ടോയും കയ്യിൽ കരുതേണ്ടതാണ്. കൂടാതെ സർട്ടിഫിക്കറ്റുകളുടെ സെൽഫ് അറ്റസ്റ്റഡ് കോപ്പീസ് ഇൻ്റർവ്യൂ സമയത്ത് സബ്മിറ്റ് ചെയ്യണം. അടുത്തത് തിരുവനന്തപുരം റീജിയണൽ കോപ്പറേറ്റീവ് മിൽക്ക് പ്രൊഡ്യൂസേഴ്സ് യൂണിയൻ ലിമിറ്റഡിലാണ് വേക്കൻസി വന്നിട്ടുള്ളത്. ഇൻ്റർവ്യൂ വഴിയാണ് നിയമനം നടത്തുന്നത്. ഗ്രാജുവേറ്റ് ട്രെയിനി തസ്തികയിലേക്കാണ് വേക്കൻസി വന്നിട്ടുള്ളത്. തിരുവനന്തപുരം ഡയറി അമ്പലത്തറയിലാണ് വേക്കൻസി വന്നിരിക്കുന്നത്. കോൺട്രാക്റ്റ് ബേസിലുള്ള നിയമനമാണ്. ഇൻ്റർവ്യൂ നടക്കുന്നത് 17/12/2024 HRD സെക്ഷനിലേക്ക് ഒരു വേക്കൻസിയാണ് വന്നിട്ടുള്ളത്. രാവിലെ 10 മണി മുതലാണ് ഇൻ്റർവ്യൂ ഉണ്ടായിരിക്കുക. ക്വാളിഫിക്കേഷൻ വരുന്നത് BBA HR അല്ലെങ്കിൽ BCom ആണ്. ഫിനാൻസ് സെക്ഷനിലേക്ക് ഒരു ഒഴിവാണ് വന്നിട്ടുള്ളത്. ഇൻ്റർവ്യൂ നടക്കുന്നത് രാവിലെ 11 മണി മുതലാണ്. ക്വാളിഫിക്കേഷൻ വരുന്നത് BCom അല്ലെങ്കിൽ BBA ഫിനാൻസ് ആണ്. മന്ത്ലി സ്റ്റൈപ്പൻഡ് 15,000 രൂപയാണ് ലഭിക്കുന്നത്. ഒരു വർഷത്തേക്കുള്ള നിയമനമാണ് വന്നിട്ടുള്ളത്. ഏജ് ലിമിറ്റ് വരുന്നത് 40 വയസ്സ് വരെയാണ്. 1/1/2024 കണക്കാക്കിയാണ് ഏജ് പറഞ്ഞിട്ടുള്ളത്. SC/ST OBC എക്സ് സർവീസ്മാൻ വിഭാഗക്കാർക്കൊക്കെ അതിൻ്റെതായ ഏജ് റിലാക്സേഷൻ ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ താല്പര്യമുള്ള ഉദ്യോഗാർത്ഥികൾക്ക് ഇൻ്റർവ്യൂവിൽ പങ്കെടുക്കാവുന്നതാണ്. ഇൻ്റർവ്യൂവിൽ പങ്കെടുക്കുന്ന ഉദ്യോഗാർത്ഥികൾ നിങ്ങളുടെ ഏജ്, ക്വാളിഫിക്കേഷൻ, എക്സ്പീരിയൻസ് എന്നിവ തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റുകളുടെ ഒറിജിനലും ആധാറും പാസ്പോർട്ട് സൈസ് ഫോട്ടോയും കയ്യിൽ കരുതുക. സർട്ടിഫിക്കറ്റിൻ്റെ സെൽഫ് അറ്റസ്റ്റഡ് കോപ്പീസ് ഇൻ്റർവ്യൂ സമയത്ത് സബ്മിറ്റ് ചെയ്യേണ്ടതാണ്. അടുത്തത് ഇടുക്കി ജില്ലയിൽ നാഷണൽ ആയുഷ് മിഷൻ കരാർ അടിസ്ഥാനത്തിൽ ഫിസിയോതെറാപ്പിസ്റ്റിനെ നിയമിക്കുന്നുണ്ട്. അഭിമുഖം നടക്കുന്നത് ഡിസംബർ 13 ഉച്ചയ്ക്ക് 2 മണിക്കാണ്. താല്പര്യമുള്ള ഉദ്യോഗാർത്ഥികൾ നിങ്ങളുടെ വയസ്സ്, യോഗ്യത, വിലാസം എന്നിവ തെളിയിക്കുന്ന അസൽ സർട്ടിഫിക്കറ്റുകളുടെ കോപ്പികളുമായി തൊടുപുഴ ഇടുക്കി ജില്ലാ ആയുർവേദ ആശുപത്രിയിൽ പ്രവർത്തിക്കുന്ന നാഷണൽ ആയുഷ് മിഷൻ ഡിസ്ട്രിക്ട് പ്രോഗ്രാം മാനേജർ ഓഫീസിൽ ഹാജരാവേണ്ടതാണ്. അഭിമുഖത്തിന് 20 പേരിൽ കൂടുതൽ ഉദ്യോഗാർത്ഥികൾ ഉണ്ടെങ്കിൽ എഴുത്തു പരീക്ഷയുടെ അടിസ്ഥാനത്തിലായിരിക്കും നിയമനം ഉണ്ടായിരിക്കുക. കൂടുതൽ വിവരങ്ങൾക്ക് തന്നിട്ടുള്ള നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. അടുത്തത് എറണാകുളം ജില്ലാ ആയുർവേദ ആശുപത്രിയിൽ പഞ്ചകർമ്മ തെറാപ്പിസ്റ്റ് ഫീമെയിൽ തസ്തികയിൽ ദിവസവേതനാടിസ്ഥാനത്തിൽ താൽക്കാലിക നിയമനം നടത്തുന്നുണ്ട്. വിദ്യാഭ്യാസ യോഗ്യത വരുന്നത് DME അംഗീകരിച്ച ആയുർവേദ തെറാപ്പിസ്റ്റ് സർട്ടിഫിക്കറ്റ് കോഴ്സാണ്. ദിവസവേതനം 600 രൂപയാണ് ലഭിക്കുന്നത്. നിയമന കാലാവധി 179 ദിവസമാണ്. അപേക്ഷകർ 5 രൂപയുടെ കോഡ് ഫീ സ്റ്റാമ്പ് പതിപ്പിച്ച തിരിച്ചറിയൽ രേഖകൾ, വിദ്യാഭ്യാസ യോഗ്യത, പ്രവൃത്തി പരിചയം എന്നിവ തെളിയിക്കുന്ന രേഖകൾ സഹിതം ഡിസംബർ 12 ഉച്ചയ്ക്ക് 12 മണിക്ക് സ്ഥാപന മേധാവി മുമ്പാകെ ഇൻ്റർവ്യൂവിന് ഹാജരാവണം. കൂടുതൽ വിവരങ്ങൾക്ക് തന്നിട്ടുള്ള നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. അടുത്തത് വയനാട് ജില്ലയിൽ അമ്പലവയൽ ഗ്രാമപഞ്ചായത്തിൽ MG NREGS വിഭാഗത്തിൽ അക്രഡിറ്റഡ് ഓവർസിയർ അക്കൗണ്ടന്റ് കം IT അസിസ്റ്റന്റ് തസ്തികകളിൽ താൽക്കാലിക നിയമനം നടത്തുന്നുണ്ട്. യോഗ്യരായ ഉദ്യോഗാർത്ഥികൾ ഡിസംബർ 12 പഞ്ചായത്ത് ഓഫീസിൽ നടക്കുന്ന കൂടിക്കാഴ്ചയ്ക്ക് നിങ്ങളുടെ യോഗ്യത, സ്ഥിര താമസം, പ്രവൃത്തി പരിചയ സർട്ടിഫിക്കറ്റുകളുടെ അസലുമായി ഇൻ്റർവ്യൂവിൽ പങ്കെടുക്കേണ്ടതാണ്. കൂടുതൽ വിവരങ്ങൾക്ക് തന്നിട്ടുള്ള നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. ഇത്രയും ഒഴിവുകളെ കുറിച്ചിട്ടാണ് ഇന്നത്തെ ഒരു വീഡിയോയിൽ ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്തിട്ടുള്ളത്. താല്പര്യമുള്ള ഉദ്യോഗാർത്ഥികൾക്ക് ഇൻ്റർവ്യൂവിൽ പങ്കെടുക്കാവുന്നതാണ്. വിവിധ തസ്തികകളിലായിട്ട് വിവിധ ജില്ലകളിലാണ് ഒഴിവുകൾ വന്നിട്ടുള്ളത്. അപ്പോൾ ഒരു വീഡിയോ നിങ്ങൾ ഫ്രണ്ട്സിലേക്കും കൂടി ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. പുതിയൊരു വീഡിയോയുമായി കാണുന്നത് വരെ താങ്ക്സ് ഫോർ വാച്ചിങ്.